Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CBSEയുടെ +2 ഫിസിക്സിലെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്ററിൻ്റെ MCQ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഗോസസ് തിയറമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ MCQ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോയിലേക്ക് പോവാം. The first question is the electric flux through the surface. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ ഇതാണ്. ഫസ്റ്റും സെക്കൻഡും ഓപ്ഷൻസ് ആണ് ഇതിൽ കാണുന്നത്. അടുത്തത് ആൻഡ് തേർഡ് ആൻഡ് ഫോർത്ത് ഓപ്ഷൻസ് ആർ ഓൾസോ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ദ ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ എ ഇൻ ദ ഫിഗർ ഫോർത്ത് ഈസ് ദ ലാർജസ്റ്റ്. തന്നിട്ടുള്ള ഓപ്ഷനിൽ ഫോർത്ത് ആണ് ലാർജസ്റ്റ്. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ in the figure third one is the least, അതായത് തേർഡ് വൺ ആണ് ഏറ്റവും ചെറുത്. The third option is figure 2 is same as figure 3 but is smaller than figure 4. And the last option D, that is it is the same for all figures. അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. സോ വിച്ച് വൺ ഈസ് ദ കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതിൽ 4ലും എങ്ങനെയാണുള്ളത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്സ് ആണ് തന്നിട്ടുള്ളത്. അതിനകത്ത് ഒരു +q ചാർജ് പ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലേ. 4ലും +q ചാർജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സർഫസ് ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ വിച്ച് വൺ വിൽ ബി ദ കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരിക? യെസ്, ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലേ. അതായത് ഓപ്ഷൻ ഡി എന്താ പറയുന്നത്, ഇറ്റ് ഈസ് ദ സെയിം ഫോർ ആൾ ദ ഫിഗേഴ്സ്. എല്ലാ ഫിഗേഴ്സിലും ഉണ്ടാവുന്നതും എങ്ങനെയായിരിക്കും, സെയിം ആണ് എന്നുള്ളതാണ് പറയുന്നത്. കാരണം എന്താണ്, അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ ക്ലോസ്ഡ് സർഫസ് എന്ന് പറയുന്നത് എന്തിനു മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ചാർജ് എൻക്ലോസ്ഡ് ഇൻസൈഡ് ദ സർഫസ് ആണ് അല്ലേ. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ചാർജ് എത്രയാണ് വരുന്നത്, +q ആണ്. 4 കേസിലും +q ചാർജസ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ ഫ്ലക്സ് വിൽ ബി ദ സെയിം ഫോർ all the 4 figures. അപ്പോൾ fourth option is the correct answer. Okay. The second question is 5 charges Q1, Q2, Q3, Q4 and Q5 are fixed at their positions as shown in the figure. S is the Gaussian surface. The Gauss's law is given by closed integral E dot ds is equal to Q by epsilon 0. ആൻഡ് ദ ഡയഗ്രാം ഈസ് ഓൾസോ ആസ് ഷോൺ ഹിയർ. ഇവിടെ ഡയഗ്രാം തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഗോഷ്യൻ സർഫസ് ആണ് കാണിച്ചിട്ടുള്ളത്. എസ് എന്ന് പറയുന്നത് ഗോഷ്യൻ സർഫസ് ആണ്. ദെൻ 5 ചാർജസ് ആർ ലൊക്കേറ്റഡ് ലൈക്ക് ദിസ്. ഇനി നൗ ദ ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. അതായത് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വിച്ച് വൺ ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ ഈസ് എ, E on the LHS of the above equation will have a contribution from Q1, Q5 and Q3 while Q on RHS will have a contribution from Q2 and Q4 only. Option B, E on LHS of the above equation will have a contribution from all charges while Q on RHS will have a contribution from Q2 and Q4 only. Option C is E on LHS of the above equation will have a contribution from all charges while Q on RHS will have a contribution from Q1, Q3 and Q5 only. The last option, option D is both E on the LHS and Q on the RHS will have contributions from Q2 and Q4 only. അപ്പം 4 ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കി നോക്കാം ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ 5 ചാർജസ് ആണ് തന്നിട്ടുള്ളത്. ഗോഷ്യൻ സർഫസ് എസ് ആണ്. എസ്സിനകത്ത് വരുന്ന ചാർജസ് ഏതൊക്കെയാണ്, Q2 ആൻഡ് Q4 ആണ് വരുന്നത്. ബാക്കിയുള്ള ചാർജസ് Q1, Q3 ആൻഡ് Q5 ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിലേതായിരിക്കും കറക്റ്റ് ഓപ്ഷനായിട്ട് വരാം? ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലേ. എന്തുകൊണ്ടാണ് ഓപ്ഷൻ ബി കറക്റ്റ് ആയത്? ഓൾ ദ ചാർജസ് ആർ പോസിറ്റീവ് ഹിയർ അല്ലേ. സെയിം ചാർജസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം പോസിറ്റീവ് ചാർജസ് ആയതുകൊണ്ട് എന്തായിരിക്കും ഉണ്ടാവുക, അവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഓൺ ദി RHS ഓഫ് ദ ഗോഷ്യൻ സർഫസ് വിൽ ബി ഡ്യൂ ടു Q2 ആൻഡ് Q4 ഓൺലി. അതുപോലെ തന്നെ LHSൽ ഉണ്ടാവുന്ന ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓഫ് E ആണ്. വിൽ ബി ഡ്യൂ ടു Q1, Q2, Q3, Q4 and Q5.
അതായത് അപ്പോൾ ഓപ്ഷൻ ബിയിൽ എന്താ പറയുന്നത് നോക്കി നോക്കൂ, E on the LHS of the above equation will have a contribution from all charges, while Q on the RHS will have a contribution from Q2 and Q4 only. So option B is the correct answer. The next question is, if there is only one type of charge in the universe, then option A, closed integral E dot ds not equal to 0 on any surface. Option B is closed integral E dot ds is equal to epsilon 0 by q if the charge is outside the surface. And option C, integral E dot ds cannot be defined. Option D is closed integral E dot ds is equal to q by epsilon 0 if charges of magnitude q is inside the surface. അപ്പോൾ ഏതാണ് ഇതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇഫ് ദർ ഈസ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ചാർജ്, യൂണിവേഴ്സിൽ ഒറ്റ ടൈപ്പ് ചാർജ് മാത്രമേ ഉള്ളൂവെങ്കിൽ ഇതിലത്തെ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റായിട്ട് വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ? ഒരു ചാർജ് മാത്രമാണെന്നുണ്ടെങ്കിൽ, അതായത് യെസ്, ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അതായത് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 ഇഫ് ചാർജസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ക്യൂ ഇസ് ഇൻസൈഡ് ദ ചാർജ്. അതായത് ഇവിടെ ഒരു ചാർജ് ക്യൂ ഇൻക്ലോസ്ഡ് ഇൻസൈഡ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഗോഷ്യൻ സർഫസിനകത്താണ് വരുന്നതെങ്കിൽ അക്കോർഡിംഗ് ടു ഗോസസ് ലോ ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് വിൽ ബി ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, that is option D is the correct answer. That is integral E dot ds is equal to q by epsilon 0 if charges of magnitude q is inside the surface. Question number 4. Question is, what is the value of electric flux on a surface whose area is meter square when an electric field of 2 volt per meter intersects at an angle of 60 degree? അതാണ് ക്വസ്റ്റ്യൻ. അതായത് ഓപ്ഷൻസ് എന്ന് പറയുന്നത് എ 4 വോൾട്ട് മീറ്റർ, ബി 5 വോൾട്ട് മീറ്റർ, സി 1 വോൾട്ട് മീറ്റർ, ഡി 3 വോൾട്ട് മീറ്റർ. അപ്പോൾ എങ്ങനെയാണ് കാണാൻ പറ്റുക? ഇവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ, അത് എത്രയാണ്? 2 വോൾട്ട് പെർ മീറ്റർ ആണ്. ദെൻ ഏരിയ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 1 മീറ്റർ സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ what we have to find, what is the value of electric flux on the surface ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? phi is equal to E A cos theta ആണ് അല്ലേ. അപ്പോൾ അവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാലോ. E എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്, A 1 ആണ്. അപ്പോൾ 2 × 1 × തീറ്റ is 60 ഡിഗ്രി. സോ cos 60, അപ്പോൾ എന്ത് കിട്ടും? 2 × 1/2. സോ ദാറ്റ് വിൽ ബി 1. അപ്പോൾ ആൻസർ എത്രയാണ് വരിക? 1 വോൾട്ട് മീറ്റർ. അതായത് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. The next question is, Gauss's law is effective for. Options are A, any enclosed area, B, only near uniform surfaces, C, any unobstructed surface, and D, only open irregular surfaces. ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഗോസസിൽ എവിടെയാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക നമുക്ക്? യെസ്, എനി ക്ലോസ്ഡ് ഏരിയ ആണ് അല്ലേ. So option A is the correct answer. That is, it is applicable only for closed surface. അതുകൊണ്ട് തന്നെ option A is the correct answer. Now question number 6. What is the electric flux connected to Earth if there is only one sort of charge Q on the planet? അതാണ് question. Options are, it can be 0 through any Earth surface. Option B, the Earth has infinite flux. Option C, if the charge is placed outside of the Earth, it is 0. And if the charge is placed inside the Earth, it is Q by epsilon 0. And option D, it's impossible to define. അതായത് ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് കാണേണ്ടത്. എർത്തിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഒരു കണ്ടീഷൻ തന്നിട്ടുള്ളത് എന്താണ്? ഇഫ് ദർ ഈസ് ഓൺലി വൺ സോർട്ട് ഓഫ് ചാർജ് ക്യൂ ഓൺ ദ പ്ലാനറ്റ്. അതായത് പ്ലാനറ്റിൽ പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് മാത്രമാണ് ഉള്ളതെങ്കിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ആണ് കാണേണ്ടത്. അപ്പോൾ അവിടെ ഏതാണ് ഓപ്ഷൻ വരിക? അതായത് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, കാരണം എന്താണ് നോക്കി നോക്കൂ. അതായത് ഇഫ് ദ ചാർജ് ഈസ് പ്ലേസ്ഡ് ഔട്ട്സൈഡ് ഓഫ് ദ എർത്ത്, അവിടെ
ഔട്ട്സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി 0 ആൻഡ് ഇഫ് ദ ചാർജ് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ എർത്ത് ഇറ്റ് ഈസ് Q/ε0. അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നത്? എർത്ത് സർഫസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് സർഫസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ അക്കോർഡിംഗ് ടു ഗോസസ് ലോ ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എമേർജിങ് ഫ്രം എ ക്ലോസ്ഡ് സർഫസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? Phi = Q/ε0. ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് Q/ε0 ആണ്. അതുകൊണ്ട് തന്നെ ഇഫ് ദ ചാർജ് Q ഈസ് പ്ലേസ്ഡ് വിത്തിൻ ദ എർത്ത് ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ എർത്ത് വിൽ ബി Q/ε0. അപ്പോൾ അവിടെ എന്ത് ചെയ്യാം? അതായത് ഒരു ക്ലോസ്ഡ് സർഫസ് ആയിട്ട് നമ്മൾ എർത്തിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന, അതായത് വിത്തിൻ ദ എർത്ത് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് Q/ε0 ആണ്. ഇഫ് ദ ചാർജ് ഈസ് പ്ലേസ്ഡ് ഔട്ട്സൈഡ് ദ എർത്ത് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന എന്തായിരിക്കും? Q വിൽ ബി ഈക്വൽ ടു 0 ആണ്. സോ ഫ്ലക്സ് ത്രൂ ദ എർത്ത് ഓൾസോ വിൽ ബി 0. ഓക്കെ. As a result, if the charge is placed outside of the earth, the correct answer is 0. And if the charge is placed inside the earth, the correct answer will be 1. Okay, therefore option C is the correct answer. Clear? Now question number 7. The electric flux is caused by, options are option A, the intensity of electric field, option B, area of the surface, option C, angle of the surface with respect to the electric field, option D, each one of these. So which one is the correct option? അതായത് ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് കോസ്ഡ് ബൈ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അവിടുത്തെ ഓപ്ഷൻ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ? യെസ്, ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. കാരണം എന്താണ്? ഇഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇ ആൻഡ് ഏരിയ എ, അതായത് നമ്മൾ നേരത്തെ കണ്ടതാണ്, ഇയും ഇലക്ട്രിക് ഫീൽഡ് ഇയും ഏരിയ എയും ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എങ്ങനെ കാണാം? യെസ്, Phi വിൽ ബി ഈക്വൽ ടു EA cos θ ആണ് അല്ലേ. അപ്പോൾ അവിടെ 3 ഫാക്ടേഴ്സ് കാണാനുണ്ട്. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ദ സർഫസ് ആൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ദെൻ ഇലക്ട്രിക് ഫ്ലക്സ് അപ്പോൾ എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? Phi = EA ആൻഡ് തീറ്റ അല്ലേ. അതായത് ഡിപ്പെൻഡൻ്റ് ഓൺ ദ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്, ഏരിയ ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ സർഫസ് ആൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. The 8th question is, a plus Q charge is placed in the center of a cubical box. The total flux coming out of the ball has a value of, option A, Q/6ε0, option B, Q/ε0, option C, 6Q/ε0 and option D, Q/3ε0. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? പ്ലസ് ക്യൂ ചാർജ് ആണ്. അത് പ്ലേസ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ക്യൂബിക് ബോക്സിൻ്റെ, അതായത് ഒരു ക്യൂബിക്കൽ ബോക്സിൻ്റെ സെൻറ്ററിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ ടോട്ടൽ ഫ്ലക്സ് ആണ് കാണാനുള്ളത്. അപ്പോൾ ഗോസസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ്? Phi = Q/ε0 ആണ്. പക്ഷേ ക്യൂബിന് എത്ര ഫേസസ് ഉണ്ട്? 6 ഫേസസ് ഉണ്ട് അല്ലേ. സോ ഫ്ലക്സ് ഏതൊക്കെ ഭാഗത്തു കൂടെ വരും? ഈ 6 ഫേസസ് കൂടെയും എന്ത് വരുന്നുണ്ട്? 6 ഫ്ലക്സ് വരുന്നുണ്ട്. സോ Phi വിൽ ബി ഈക്വൽ ടു 6 എന്ന് പറയുന്നതായിരിക്കും ടോട്ടൽ ഫ്ലക്സ്. അപ്പോൾ 6 വിൽ ബി ഈക്വൽ ടു Q/ε0 ആണ്. അപ്പോൾ Phi എത്രയായിരിക്കും? Q/6ε0. അതായത് കറക്റ്റ് ആൻസർ എത്രയാണ് വരുന്നത് നോക്കി നോക്കൂ. യെസ്, ഓപ്ഷൻ എ, Q/6ε0 is the correct answer. The next question is, a point charge Q is put immediately above the center of a cube with side x at a distance of x/2. The flow flux through the cube is, options are Q/6ε0, option B, Q/2ε0, option C, Q/4ε0 and option D, Q/ε0. അപ്പോൾ 4 ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് ആൻസർ? അപ്പോൾ പോയിന്റ് ചാർജ് എവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്? എബവ് ദ സെൻറ്റർ ഓഫ് എ ക്യൂബാണ്. ക്യൂബിൻ്റെ സൈഡ് എക്സ് ആണ്, അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് x/2 പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്ലേസ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x/2 ആണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫ്ലോ ഓഫ് ഫ്ലക്സ് ആണ് നമുക്ക് കാണേണ്ടത്. ഏതായിരിക്കും ഓപ്ഷൻ വരിക? ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എങ്ങനെയാണ് നമുക്കത് ഓപ്ഷൻ കാണാൻ പറ്റുക, ആൻസർ കാണാൻ പറ്റുന്നത് എങ്ങനെയാണ്? അക്കോർഡിംഗ് ടു ഗോസസ് തിയറം, അതായത് ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? Phi = Q/ε0 ആണ് അല്ലേ. ഇനി പോയിന്റ് ചാർജ് Q നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ഫേസ് ഓഫ് എ ക്യൂബാണ്, വിത്ത് സൈഡ് എക്സ് ആണ്. ഇഫ് ഇറ്റ് ഈസ് പുട്ട് അറ്റ് എ ഡിസ്റ്റൻസ് x/2 എക്സാക്ട്ലി എബവ് ദ സെൻറ്റർ, എന്താ സംഭവിക്കുക? യെസ്, അതിൻ്റെ ചാർജ് Q എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഷെയർഡ് ഈവൻലി ബൈ 2 ക്യൂബ്സ് ആണ്. ഇഫ് ഇറ്റ് ഈസ് പുട്ട് അറ്റ് C,
ഓക്കെ, അതായത് ദ സെൻറ്റർ ഓഫ് വൺ ഓഫ് ദ ക്യൂബ്സ് ഫേസസ്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. ടോട്ടൽ ചാർജ് വിൽ ബി ഷെയർഡ്. സോ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ ഫേസ് ഓഫ് ദ ക്യൂബ് വിൽ ബി ഈക്വൽ ടു Q by 2 epsilon 0. അപ്പോൾ ടോട്ടൽ ചാർജ് ക്യൂവിന് പകരം എന്തായിട്ട് മാറും, Q by 2 ആണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഫ്ലക്സ് Q by 2 epsilon 0 ആയിരിക്കും. ഓക്കെ, സോ ഓപ്ഷൻ B is correct answer. Question number 10. When a ring is put in an electric field and its plane is parallel to the field, the electric flux associated with the ring. Options are will be negative, will be positive, will be 0 and cannot evaluate. അതായത് ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, റിങ് നമ്മൾ വിട്ടുള്ളത് ഒരു ഇലക്ട്രിക് ഫീൽഡിലാണ് ആൻഡ് ഇറ്റ്സ് പ്ലെയിൻ ഈസ് പാരലൽ ടു ദ ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് റിങ്ങിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് പാരലലാണ്. സോ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രിക് ഫ്ലക്സ് കാണുക, അതായത് φ = EA cos θ ആണ് അല്ലേ. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് E ആണ്, ഏരിയ A ആണ്. അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന ആംഗിളാണ് തീറ്റ, അതായത് ആംഗിൾ ബിറ്റ്വീൻ സർഫസ് ആൻഡ് ദ ഇലക്ട്രിക് ഫീൽഡാണ്. ഇനി റിങ് എന്തിന് പാരലലാണ്, പാരലൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ആംഗിൾ എത്രയാണ് വരിക, 90 ഡിഗ്രിയാണ് വരിക. ഓക്കെ, സോ cos 90 ആണ് ഇവിടെ കാണേണ്ടത്. cos 90 എത്രയാണ്, 0 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ φ വിൽ ബി EA × cos 90 എന്ന് വരും. അപ്പോൾ ടോട്ടൽ എന്തായിരിക്കും, φ വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ അവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്നാണ് കിട്ടുക, യെസ് ഇറ്റ് ഈസ് 0. സോ ഓപ്ഷൻ C ഈസ് ദ കറക്റ്റ് ആൻസർ, ദാറ്റ് ഈസ് വിൽ ബി 0. Now question number 11. When a square loop with a surface area of 50 cm square is placed in a homogeneous electric field with an intensity of 50 Newton per coulomb and the angle between the surface and the electric field is 60 degree, the electric flux associated with the loop is, options are 1250 voltmeter, option B 125 voltmeter, option C 0.125 voltmeter and option D 1.25 voltmeter. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, സ്ക്വയർ ലൂപ്പാണ്, അതിൻ്റെ സർഫസ് ഏരിയ തന്നിട്ടുണ്ട് 50 cm² ആണ്. അത് പ്ലേസ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി E = 50 Newton per coulomb ആണ്. ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് ദ ലൂപ്പാണ് കാണേണ്ടത്. ഇക്വേഷൻ എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് കാണാനുള്ളത്, യെസ് ദാറ്റ് ഈസ് φ = EA cos θ. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്തിരിക്കണം, φ = EA cos θ ആണ്. അങ്ങനെയാണെങ്കിൽ E = 50, ദെൻ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്, 50 × 10⁻⁴ ആണ്. ആൻഡ് തീറ്റ = യെസ് 60 ഡിഗ്രി അല്ലേ. അപ്പോൾ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ എന്താ കിട്ടുക, φ = 50 × 50 × 10⁻⁴ × cos 60. അപ്പോൾ എത്ര വരും, 50 × 50 × 10⁻⁴ × cos 60 എത്രയാണ്, 1/2. അപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടുന്നത്, 0.125 വോൾട്ട്മീറ്റർ ആണ്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ, ഓപ്ഷൻ C ഈസ് ദ കറക്റ്റ് ആൻസർ, ദാറ്റ് ഈസ് 0.125 വോൾട്ട്മീറ്റർ ഈസ് ദ കറക്റ്റ് ആൻസർ. അത് ഡയറക്റ്റായിട്ട് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറാണ്. അപ്പോൾ ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി, അതായത് φ = EA cos θ. The calculation is shown here. Okay. Now we have 12th question. The question is, when an electric field rotates a circular ring along its axis, the electric flux associated with the ring, options are will decrease, will increase, remains the same and I am not sure. So which one will be the correct answer? അതായത് ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ്സ്, അതായത് എ സർക്കുലർ റിംഗ് ആണ് along with its axis. ഓക്കെ, അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ കാണാൻ പറ്റും, യെസ് φ എന്ന് പറഞ്ഞാൽ EA cos θ ആണ്. സോ തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ദ സർഫസ് ആൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ആണ് അല്ലേ. സോ ദ സർക്കുലർ റിംഗ് ഈസ് റൊട്ടേറ്റഡ് ഇൻ എൻ ഇലക്ട്രിക് ഫീൽഡ് ആണ് along with its axis. അപ്പോൾ അതിൻ്റെ അലൈൻമെൻറ്റ് വിത്ത് ദ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഹെൻസ് ദ വാല്യൂ ഓഫ് തീറ്റ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇവിടെ എന്ത് കാണാൻ പറ്റും നമുക്ക്, ഇറ്റ് ഫോളോസ് ദാറ്റ് ദ ഏരിയ ഓഫ് ദ സർക്കുലർ റിംഗ്, ദ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ സർക്കുലർ ലൂപ്പ് ആൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് റിമെയിൻസ് അൺചേഞ്ച്ഡ് വെൻ ദ സർക്കുലർ റിംഗ് ഈസ് റൊട്ടേറ്റഡ് അലോങ് ഇറ്റ്സ് ആക്സിസ് ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഇറ്റ് ഈസ് കൺക്ലൂഡഡ് ദാറ്റ് E, A ആൻഡ് തീറ്റ ആർ കോൺസ്റ്റൻറ്റ്. അതായത് Eയും Aയും തീറ്റയും എന്താണ്,
കോൺസ്റ്റൻ്റ് ആണ്. സോ ദ ഇലക്ട്രിക് ഫ്ലക്സ് വാല്യൂ വിൽ ബി കോൺസ്റ്റൻറ്റ് ആസ് വെൽ. അതായത് ഇലക്ട്രിക് ഫീൽഡും അതുകൊണ്ട് തന്നെ എന്തായിരിക്കും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എന്തായിരിക്കും കിട്ടുന്നത്, ഇ, എ ആൻഡ് തീറ്റ ഇവ മൂന്നും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എങ്ങനെയായിരിക്കും, റിമെയിൻസ് ദ സെയിം. അതായത് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 13. The question is, suppose a closed square loop whose area is 5i minus 6j is placed in an electric field of 2i minus 4j. Then what will be the electric flux? Electric flux എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. A 2i minus 4j Vm, option B 34 Vm, then option C 10 voltmeter and option D 3i minus 2j voltmeter. ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അല്ലേ. ഹിയർ വി ഹാവ് ഇ ആൻഡ് എ. ഫൈ എന്ന് പറയുന്നത് എന്താണ്, ഡോട്ട് പ്രോഡക്റ്റ് ആണ് അല്ലേ. ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എ ഓർ ഇ എ കോസ് തീറ്റയാണ്. അപ്പോൾ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇ ഇസ് 2i മൈനസ് 4j, എ ഇസ് 5i മൈനസ് 6j. അപ്പോൾ എങ്ങനെ ഡോട്ട് പ്രോഡക്റ്റ് കാണാം, 2i മൈനസ് 4j ഇൻറ്റു അതായത് ഡോട്ട് 5i മൈനസ് 6j ആണ്. അപ്പോൾ എന്ത് കിട്ടും, 10 പ്ലസ് 24 ദാറ്റ് ഈസ് 34 വോൾട്ട് മീറ്റർ ആണ് ആൻസർ. അതായത് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ, ദാറ്റ് ഈസ് 34 വോൾട്ട് മീറ്റർ. Now we have the last question. The question is, which of the following is called as the number of electric force lines that pass through a unit region? Options are A density, B electric flux, C electric field and D nothing. അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോൾഡ് ആസ് ദ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ദാറ്റ് പാസ് ത്രൂ എ യൂണിറ്റ് റീജിയൻ. അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്, യെസ് ഇലക്ട്രിക് ഫ്ലക്സ് ആണ് അല്ലേ. സോ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് മൂവിങ് ത്രൂ എ യൂണിറ്റ് റീജിയൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും, യെസ് ഓപ്ഷൻ ബി ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. അപ്പോൾ നമ്മൾ ഗോസസ് തിയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ വരുന്നത് അസേർഷൻ ആൻഡ് റീസൺ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് എക്സാമിന് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സോ നൗ വി ക്യാൻ കൺക്ലൂഡ് ദ വീഡിയോ.